അവലും ഉഴുന്നുപരിപ്പും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാവേ. ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാനും പറ്റും. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ വേണം ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണ, ഏത് എണ്ണയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഉപയോഗിക്കാവേ. 1 ടീസ്പൂൺ എണ്ണയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ ഉഴുന്നുപരിപ്പ് ഇതിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കാവേ. ഇപ്പം നമ്മൾ കഴുകിയെടുത്ത ഉഴുന്നാണ്. അത് നല്ലതായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിത് വെള്ളം വാർന്നിട്ട് വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഉഴുന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി തന്നെ ഒന്ന് വറുത്തെടുക്കാവേ. അപ്പോൾ ഉഴുന്ന് ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ആയി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ വറ്റൽ മുളക് എടുത്തിരിക്കുന്നത്. നമുക്കൊരു 6 അല്ലെങ്കിൽ 5 മുളക് എടുക്കാം. അത് നമ്മളെടുക്കുന്ന മുളകിൻ്റെ എരിവനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവേ. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടൊന്ന് വറുത്തിങ്ങെടുക്കുക. ഇപ്പം നമ്മുടെ ഉഴുന്നൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് എടുത്ത് വെച്ച് കഴിഞ്ഞാലും ഒരു സ്വല്പം കൂടെ അതിൻ്റെ മുരിവ് കൂടുതൽ വരും. അപ്പോൾ അത് കാരണം നന്നായിട്ട് അങ്ങ് ഗോൾഡൻ ബ്രൗൺ ആവുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമുക്കത് കോരി മാറ്റാം. ഇപ്പം നമ്മുടെ മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയിലേക്ക് മുളക് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, അത് പൊട്ടാതെ സൂക്ഷിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഉഴുന്നിൻ്റെ കൂടെ തന്നെ മുളകിട്ടത്. അപ്പം നമുക്കിനി ഇതെല്ലാം കൂടെ കോരി മാറ്റാം. ഇപ്പം നമ്മൾ ഉഴുന്നും മുളകും നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നമ്മളിനി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അവലും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ. അപ്പോൾ നമ്മൾ 1 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പ് ഒക്കെ നമുക്ക് അവലെടുക്കാം. നമ്മളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവേ. നമ്മളിപ്പോൾ 1 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി തന്നെ ഇതൊന്നും മൂപ്പിച്ചെടുക്കാവേ. നമ്മൾ കൂടുതൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ ഒഴിച്ച എണ്ണ തന്നെ മതി. അതിൻ്റെ അകത്ത് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യമേ അവല് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഒഴിക്കുന്ന എണ്ണ മുഴുവൻ ഈ അവല് തന്നെ വലിച്ചെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് മാത്രം അവലിട്ട് വറക്കുന്നത്. അപ്പോൾ ഇനി അവല് ഒന്ന് വറുത്തിട്ടെടുക്കാവേ. അപ്പം നമ്മളുടെ അവലും മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് കോരി മാറ്റാവേ. അപ്പം നമ്മൾ ആദ്യം കോരിയ അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് കോരി വെച്ചാൽ മതിയാകും. വേറെ പാത്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് അടുത്ത ബാക്കി പരിപാടികൾ ചെയ്യാവേ. നമ്മൾ വറുത്തെടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും തണുത്തിട്ടുണ്ട്. അതിപ്പോൾ തൊടാൻ പറ്റുന്ന ഒരു രീതിയിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സാധനങ്ങൾ കൂടെ നമ്മൾ മിക്സിയിലേക്ക് ഇടാൻ പോകണം. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ തേങ്ങ അരമുറി ചിരകിയതുണ്ട്, പിന്നെ വാളംപുളിയുണ്ട്. പുളിക്ക് ആവശ്യമായിട്ട് വാളംപുളി എടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മുടെ എത്രയാണോ നമ്മുടെ ടേസ്റ്റിന് ഇഷ്ടമുള്ള അതിനനുസരിച്ചിട്ട് ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഇല്ലാതെ, വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാവേ. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പം നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഒരുമിച്ച് തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിക്കാതെ നമുക്കൊന്ന് അരച്ചെടുക്കാവേ. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് നോക്കാം. നമ്മൾ എണ്ണയല്ല, വെള്ളം ഒട്ടും ചേർക്കാതാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. നല്ല ചമ്മന്തി പൊടിയുടെയൊക്കെ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്.
ഇത് ഒരാഴ്ച വരെ നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും. പെട്ടെന്ന് ചീത്തയൊന്നും ആയി പോകത്തുമില്ല. തേങ്ങ വറുത്തില്ലെങ്കിൽ പോലും ഉണ്ടല്ലോ അത് പെട്ടെന്ന് ചീത്തയാവത്തില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സാധാരണ നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ച് കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ അത് ചീത്തയാക്കും. പക്ഷേ ഇത് ചീത്തയാവത്തില്ല, നല്ല ടേസ്റ്റിയാണ്. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ തേങ്ങ മതി, വളരെ നല്ല ഒരു ചമ്മന്തി നമുക്ക് റെഡിയാക്കി എടുക്കാനും സാധിക്കും. അപ്പോൾ ഈ ഉള്ളിയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഉള്ളി വേണേലും ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ചേർക്കാവേ. ഉള്ളി ഇല്ലാതെ നമുക്ക് ഈ രീതിയിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഉപ്പും പുളിയൊക്കെ അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവേ. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നി എന്ന് തന്നെ പറയാം. ഇത് നല്ല ഒരു ചട്നിയുടെ ഒരു രീതിയിൽ തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഇതൊരു സബ്ജിയായിട്ട് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനില്ലേ അതും കൂടെ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് റെസിപ്പികളാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried.